ജാസ്മിൻ ജാഫർ എന്ന ഒരു മുസ്ലിം വനിത ഗുരുവായൂർ ക്ഷേത്രക്കുളത്തിൽ ഇറങ്ങുകയും ചില റീൽസ് ഒക്കെ ഷൂട്ട് ചെയ്തു. അമ്പലക്കുളം അശുദ്ധമായി എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷേത്ര ഭരണസമിതി ശുദ്ധികലശ പ്രക്രിയകളൊക്കെ നടത്തുന്നു. ഏതായാലും ജാസ്മിൻ ജാഫർ എന്ന ആ സ്ത്രീ ഒരു മതമൗലികവാദി അല്ല. കാരണം നമ്മള് ബിഗ് ബോസ് എന്ന പ്രോഗ്രാമിൽ ഈ കുട്ടി പങ്കെടുത്തിരുന്നു. അവിടെ വെച്ചൊരു ക്രിസ്ത്യൻ യുവാവുമായിട്ട് വളരെ അടുത്ത് ഇടപഴകുന്ന ചിത്രമാണ് നമ്മൾ കണ്ടത്. ആ യുവാവിനെ ആ പരിപാടിയിൽ നിന്നും പുറത്താക്കുന്ന സന്ദർഭത്തിൽ ഈ കുട്ടി പൊട്ടിക്കരയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ വസ്ത്രധാരണത്തിലും പെരുമാറ്റത്തിലും ഒക്കെ തികച്ചും ഒരു മോഡേൺ എന്ന് തന്നെ പറയാം. ഈ റീൽസ് എടുക്കുന്ന സന്ദർഭങ്ങളിലും ആ കുട്ടിയുടെ വസ്ത്രധാരണം ഒരു ഹിന്ദു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ഒരു ഹിന്ദു സ്ത്രീയുടേത് തന്നെ ആയിരുന്നു. അവർക്ക് കൃഷ്ണനിൽ ഭക്തിയുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും ചുഴിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. അവർക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായതുകൊണ്ടായിരുന്നിരിക്കണം അങ്ങനെ ചെയ്തത്. തൃശ്ശൂർ ജില്ലയിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് ഒരു സ്കൂൾ അധ്യാപിക ഒരു വാട്സാപ്പ് സന്ദേശം അയച്ചു. അതായത് അവിടുത്തെ മുസ്ലിം കുട്ടികളുടെ മാതാപിതാക്കൾക്ക് ഓണപരിപാടികളിൽ മുസ്ലിം പെൺകുട്ടികൾ പങ്കെടുക്കരുത് എന്നാണ്. കാരണം അത് അവരുടെ മതത്തിന്റെ ആചാരത്തിന് നിരക്കുന്നതല്ല എന്നുള്ളതാണ്. ഓണം എന്ന് പറയുന്നത് അതിന്റെ ഐതിഹ്യം ഒരുപക്ഷെ ഹിന്ദു മതവുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ പോലും അത് കേരളക്കര ഒരു പൊതു ഉത്സവമായി, ജാതി മത ഭേദമന്യേ എല്ലാവരും ആഘോഷിക്കുന്ന ഒരു ഉത്സവമായി അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നതും ആചരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നതുമാണ് എന്നുള്ളതാണ് ഒരു വസ്തുത. ധാരാളം മുസ്ലിം യുവാക്കൾ, സ്ത്രീകൾ, കുടുംബാംഗങ്ങളൊക്കെ തന്നെ പല ഹിന്ദു ഭവനങ്ങളിലും ഓണസദ്യ ഉണ്ണാൻ പോകുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ രണ്ട് വിഷയങ്ങളാണ്. ഒന്ന്, ഗുരുവായൂർ അമ്പലത്തിലെ ശുദ്ധികലശവും ഈ അധ്യാപകയുടെ ഈ ഒരു നിർദ്ദേശവും. ഇത് രണ്ടും എന്നെ സംബന്ധിച്ചിടത്തോളം അത്ര ശരിയായില്ല എന്നുള്ളൊരു അഭിപ്രായമാണ്.